Hi, good evening, friends. My name is Jalin. I'm one of the OET trainers of Be Good. So here we are with another interesting sessions of our speaking. As you could see the questions in the descriptions, you can go through the questions. I'll give you 2 minutes for that. Okay, so let's begin. All right. So നിങ്ങൾ ഇപ്പോൾ ഈ റോൾ പ്ലേ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നോൺ ആണോ അൺനോൺ ആണോ? Okay. All right, so most of them are saying it is as non-case and unknown case. There is majority of answers as non-case. Well, നമുക്കിത് ഒരു നോൺ കേസ് ആയിട്ട് എടുക്കാം. ബിക്കോസ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ്റെ അകത്ത് സ്പെഷ്യലി പറഞ്ഞേക്കുന്നത് എലിസബത്ത് എന്ന് പേര് തന്നിട്ടുണ്ട്. And her age is given. She's being admitted here with an ear abscess എന്ന് പറഞ്ഞിട്ടുണ്ട്. Okay. So diagnosis കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. So we have already got an information that this mother and child is going to come. ഇവർ നമ്മുടെ അടുത്ത് ഇതുപോലെ അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ അതാണ് നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നത്. ഹൗ മേ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചാൽ അൺനോൺ ആയിട്ട് അഥവാ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് ഐ ഗോട്ട് ആൻ ഇൻഫർമേഷൻ ഫ്രം ദി ഡോക്ടേഴ്സ് റൂം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. Okay, so first you will greet the mother. Good evening. You can ask her to please be seated. How may I help you എന്ന് ചോദിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്റ്റാർട്ട് വരുമ്പോൾ നോർമലി നോൺ കേസ് പോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ ഹോപ്പ് യു ആർ ദി മദർ ഓഫ് എലിസബത്ത് who is going to be get admitted with an ear abscess എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് എന്ത് തോന്നുന്നു? കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വലിയൊരു പ്രശ്നമൊന്നും തോന്നാതെ തന്നെ സിമ്പിൾ സ്റ്റാർട്ടായിട്ട് നമുക്ക് മുമ്പോട്ടെടുത്ത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് എന്ത് പറയാം മദറിനോട്? മദർ യെസ് ഐ ആം എലിസബത്ത് മദർ എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ഡയറക്ട്ലി ചോദിച്ചുകൂടെ? ഇറ്റ് സീംസ് ദാറ്റ് യു ആർ റിയലി ബീങ് ആൻഷ്യസ് അബൌട്ട് സംതിങ്. So why are you so worried? May I know the reason behind your visit? May I know the reason behind your anxiousness or worriness? Fine. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? Alright. So അത് കഴിഞ്ഞിട്ട് മദർ നമ്മളോട് പറയണം, യെസ് നഴ്സ് യു ആർ റൈറ്റ്, ഐ എം റിയലി ആൻഷ്യസ് അബൌട്ട് മൈ ചൈൽഡ്സ് admission as well as the care that you people are going to give, right? So ഇവിടെ നമുക്ക് മദറിനെ കൺവിൻസ് ചെയ്തുകൂടെ ഒരു എംപതി സെന്റൻസ് വെച്ചിട്ട്? ബീയിങ് എ മദർ എന്ന് പറയാം, as you are a mother I can really understand your present situation that you're going through. Your concerns are really understandable. I can certainly understand your concerns. Yes. കുറച്ചുകൂടെ നാച്ചുറൽ ആക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരുന്നു, ദാറ്റ് മദറിന്റെ ആൻഷ്യസ്നെസ്. മദറിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇറ്റ് സീംസ് ദാറ്റ് യു ആർ റിയലി ബീങ് വറീഡ് അബൌട്ട് സംതിങ്.
May I know what it is? Is there something bothering you? If you don't mind, could you please let me know what it is? എന്നൊക്കെ ചോദിച്ച് നമുക്ക് മദറിൻ്റെ അടുത്ത് വന്ന് അവരുടെ ആൻഷ്യസ്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ മദർ നമ്മുടെ അടുത്ത് പറയും ദാറ്റ് ഷീ ഈസ് ബീങ് റിയലി വറീഡ് അബൌട്ട് ഹർ ചൈൽഡ്സ് അഡ്മിഷൻ. Not only that, I would like to know that what kind of care you people will be providing to my child. Okay, because this is the first time she's being away from her home. So mother അവിടെ reason പറയുന്നുണ്ട്. So അത് കഴിഞ്ഞ് നമ്മൾ മദറിനോട് പറയാം, I can really sense your present feelings. You may not worry, as she's in our right hands. Definitely we will be providing a better care for her. Okay, even her stay will be in a better way. So I can reassure you that. So directly നമുക്ക് reassurance-ലോട്ട് വരാം. Okay, don't forget to ask the mother's name. Okay, sorry for that. മദറിൻ്റെ പേര് അത്യാവശ്യമാണ്. ഓക്കെ, സോ മദറിൻ്റെ പേര് ചോദിച്ചിട്ട് വേണം നിങ്ങൾ കൺസേൺ ചോദിക്കാൻ. വൈ ദാറ്റ് സംതിങ് ഈസ് ബോദറിങ് യു എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നത് മദറിൻ്റെ പേര് ചോദിച്ചിട്ട് വേണം ചോദിക്കാൻ. സോ നെവർ ഫർഗെറ്റ് ടു ആസ്ക് ദി മദേഴ്സ് നെയിം. ഓക്കെ, സോ ദെൻ ബാക്ക് ടു അവർ ഫസ്റ്റ് ടാസ്ക്. I can reassure you that the care that she's going to get from our hospital will be in a better way as of your home. എന്ന് പറയാമല്ലോ നമുക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാലും മതി. അതന്നെ പെട്ടെന്നൊന്ന് കൺവിൻസ് ആക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റിയ ഒറ്റൊരു കാര്യമാണിത്. ദ സെയിം കെയർ ഓഫ് യുവർ ഹോം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ലൈക്ക് ഷീ ഈസ് ഗോയിങ് ടു റിസീവ് എ ബെറ്റർ കെയർ. Not only that, she will love this atmosphere. Okay, reassurance ചെയ്തു കഴിഞ്ഞ് നേരെ നമുക്ക് കാര്യത്തിലോട്ട് വരാം. To make her stay as pleasant as possible എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അതല്ലെങ്കിൽ for her better stay, I would like to know some information regarding her normal routines and habits to prepare a nursing care plan. ഈസി ആയിട്ട് നമുക്ക് ചോദിക്കാമല്ലോ. Because വലിയ നമുക്കിപ്പം see, for example, you people are not getting any question to ask. Background information അകത്ത് കൊടുത്തേക്കുന്ന ആ സെന്റൻസ് തന്നെ നിങ്ങൾക്ക് കട്ട് ഷോട്ട് ചെയ്ത് എടുക്കാം. നിങ്ങളുടെ കുറച്ച് സെന്റൻസ് ആക്കി ആഡ് ചെയ്താൽ മതി. ഫോർ ഹർ ബെറ്റർ സ്റ്റേ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. For her better stay, I would like to know some information about her normal routines and habits to prepare a better nursing care plan. So shall I ask you few questions? Mother, yes, nurse Maria. Thank you for allowing me. So could you please tell me what kind of about her siblings? Okay. So could you please tell me whether she's having any other siblings? Okay. Whether she's having any other siblings. Any other questions? വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചിന്തിച്ച് ചോദിക്കുക. സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു സർട്ടൻ ക്വസ്റ്റ്യൻസ്. Fine. Does she have any other sibling? Is Elizabeth your only child? എന്ന് ചോദിക്കാമല്ലോ. Is Elizabeth your only child? സിമ്പിൾ ആക്കി ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. Is Elizabeth your only child? Do you have any other children other than Elizabeth? So mother അവിടെ നമ്മുടെ അടുത്ത് കാര്യം പറയും. Yes, nurse. I'm having 2 other children. One is 5 years old. The other one is 7. വേണേ മദറിന് വേറൊരു രീതിയിലും പറയാം. She's having 2 siblings. One is sister 5 years old, a brother 7 years old, and a brother 7 years old. Okay, it's lovely എന്ന് നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു അപ്രീസിയേഷൻ പോലെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു
pleasing sentence or a phrase നമുക്ക് പറഞ്ഞ അവിടെ വിട്ട it's really lovely, you got 3 children, it's good to hear that you're having 2 children. Okay, then അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് സ്ലീപ്പിംഗ് പാറ്റേണിലോട്ട് വരാം. അവിടെ നമുക്ക് certain questions ചോദിക്കാനുണ്ട്. So for example, മദറിന്റെ പേര് ട്രീസ എന്നാണെങ്കിൽ you can ask, so Teresa, could you please tell me about her bedtime, usual bedtime? Or else you can ask another question about her morning or afternoon sleep. Does she take any nap in the afternoon or morning time? Okay, does she take any nap in the morning or afternoon time? Okay, any other questions? Well, okay. Do you have any other children other than Elizabeth? Okay, fine. Yes. What time she goes to bed? Yes, exactly. What time she goes to bed and wakes up in the morning? ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം, is she taking any nap in the afternoon or morning time? Alright, so mother ഇപ്പോൾ ഒരു ആൻസർ പറയുവാണ് that she goes to bed by 10 and wakes up in the morning around 7. Thereafter she takes a nap in the afternoon time between 2 and 3. From your words itself I can understand that she's getting a sound sleep. Just ഒരു മദറിനെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സെന്റൻസുകളാണ് ഇതൊക്കെ. Then you can ask about her food preferences. May I know about her food preferences? Is she having any likes or dislikes? What kind of food she prefers? Mother she likes both veg and non-veg, but she doesn't like broccoli and peas in her food. Mother തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയാം, kindly please make a note of that. Yes, I will do it. Definitely I will do it. And don't worry regarding her dislikes. We got an expertise dietitian to take care of it. Or we are having a dietitian to look after her food preferences. Okay. So is she able to feed herself? Sub questions വിട്ടു പോകരുത്. That is really important. എന്നാലേ നമ്മുടെ task complete ആവുള്ളൂ. Okay. Were any questions? Is she able to feed? Yes, you're right. Is she able to feed herself? Does she need any assistance in feeding? Okay. Yes, she need an assistance. No worries. We will look after it in a better way. As we are having an expertise nurses to take care of your child in a better way, you may not worry regarding her feeding. Okay. Then toilet training. Any kind of questions? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? Simple questions. What you feel? You can ask. തന്നേക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ഈസിലി ആയിട്ട് നമുക്ക് റിഫ്രേസ് ചെയ്ത് കൊടുക്കാം. Is Elizabeth trained completely for the toilet? Or did you give complete toilet training for Elizabeth? Did you give complete toilet training for Elizabeth? Okay. Is she trained fully for the toilet? Is she trained completely for the toilet? I hope she's being trained for the toilet well. ഒരു സംശയപരമായുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇടാം. I hope she's being trained for the toilet.
mother no nurse, she's not that trained എന്നൊരു ഉത്തരം പറയുവാണെങ്കിൽ എന്ത് പറയും? All right, yes, that's it. Well, no worries എന്ന് പറയാം. Don't worry, we will look after it in a better way. Okay, so is she having any kind of habit of bedwetting? So ടോയ്ലറ്റിനെ റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. മോസ്റ്റ് പ്രോബബ്ലി at the age of this 3 children definitely have an habit of bedwetting. So അത് ചോദിക്കാതെ പോകരുത്. ഓക്കെ, സോ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അവിടെ കൊണ്ടുവരണം. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. Okay, so mother പറയും yes nurse, she's having a habit of bedwetting. Usually I provide her with a nappy. No worries Teresa, definitely we will be doing the same. ഓക്കെ, സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞു പോയാൽ വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട. നോർമലി ഒരു റോൾ പ്ലേ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നു, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു ഹാൻഡ്ലിങ് എങ്ങനെയാണോ ചെയ്യുന്നത്, സെയിം വേ യു ക്യാൻ ഈസിലി ഡു ഇറ്റ്. Then the fourth question, has she brought any of her favorite toys or books with her? Has ഒക്കെ മാറ്റി did she bring any of her favorite toys or books with her? Simple as it is. Okay, did she bring any of her favorite toys or books with her? Or is she having any preferences towards any kind of toys or books? അതും ചോദിക്കാം ഈസിലി. യു ക്യാൻ, നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ് അവിടെ ഇങ്ങനത്തെ ഒക്കെ റോൾ പ്ലേസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഇത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെയാണ് അവരോട് ചോദിച്ചുകൊണ്ടിരുന്നത്, റൈറ്റ്? സോ അവിടെ ഒരു ബ്രേക്ക് കൊടുക്കണം, അത് അത്യാവശ്യമാണ്. ഐ ഹോപ്പ്, താങ്ക് യു ഫോർ ആൻസറിങ് ഓൾ മൈ ക്വസ്റ്റ്യൻസ്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. താങ്ക് യു ഫോർ ആൻസറിങ് ഓൾ മൈ questions. This has really helped me to create a better nursing care plan. Okay, this has really helped me to create a better nursing care plan. Okay, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കും? ഇത്ര നേരം നമ്മളല്ലേ സംസാരിച്ച്. സോ മദറിന് ഒരു ചാൻസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല. തുടക്കത്തിൽ കൊടുത്തതാ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മദറിന് ഒരു ചാൻസേ കൊടുത്തിട്ടില്ല, റൈറ്റ്? സോ ഇവിടെ ഇനി നമ്മൾ മദറിന് ഒരു ചാൻസ് കൊടുക്കണ്ടേ? വാട്ട് ഡു യു തിങ്ക്? വെൽ, കൊടുക്കണം, ഒരു ചാൻസ് കൊടുക്കണം. ഇറ്റ്സ് ഗുഡ്. ബിക്കോസ് നമ്മൾ ഇത്രയും, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചറിഞ്ഞു. ഫോർ എ ബെറ്റർ നഴ്സിംഗ് കെയർ പ്ലാനിന് വേണ്ടി ഇത്രയും ചോദിച്ചറിഞ്ഞു. പക്ഷെ ഇനി മദറിനോട് ഇപ്പം മദറിന് ഒരു ചാൻസ് കൊടുക്കുകയാണ് നമ്മൾ കൺസേൺ ചോദിക്കാനായിട്ട്. സോ മദർ നമ്മളോട് ചിലപ്പം ചോദിക്കാം ദി വിസിറ്റിംഗ് hours. Obviously she will ask us, could you please tell me about your visiting hours ചോദിക്കാം. May I know the flexibility of your visiting hours ചോദിക്കാം. Teresa, you have asked me a good question. According to our hospital policy, our visiting hour is from 11 a.m. to 8 p.m. You could come at this time and be with your child. Okay, you could come at this time and be with your child എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പറയാം. So there the mother can interfere. I'm really sorry nurse, I'm not able to be here at this time. അല്ലെങ്കിൽ I'm afraid I'm not able to be here. As I got 2 other children, mother for reason പറയണം, as I got 2 other children to take care of, so it is really difficult for me to be here at this time. സോ നിങ്ങൾക്ക് അവിടെ മദറിന്റെ കൺസേൺ മനസ്സിലായ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു എംപതി സെന്റൻസ് അടിക്കാം. As a single parent, I can certainly understand that your situation is difficult to be here. Anyways, you don't worry. We do have a special visiting room in our hospital. You could come at this time and be with your child. How does that sound? So how does that sound? Or are you okay with that? Will it be okay for you to be here during the night time?
Okay, because your child will be happy for your presence. നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും മദറിനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറയാം. So mother, yes, yes, I'm going for that എന്ന് പറയാം, അല്ലെങ്കിൽ I'm on it. Definitely I would need a visiting room എന്ന് പറയാൻ. All right then, I'll do the necessary arrangements for you to be here at the night time with your child. Okay. So, is there anything else more that you want to know regarding your child's admission? ഇപ്പം മദർ ഇപ്പം പറയുവാണ് നമ്മളോട് നോ നഴ്സ് ഐ ഡോണ്ട് വാണ്ട് ടു നോ എനിത്തിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ കൺക്ലൂഷനിലോട്ട് പോവാം. സോ ഈസിലി നമുക്ക് അന്നേരം കൺക്ലൂഡ് ചെയ്യാം. Alright then, I hope I have addressed all your concerns. If you are having any further queries, you can contact me. I'll be here to help you out. Okay. Not only that, I could reassure you that your child is going to get a better care, as well as her stay in this hospital ward is going to be as of your home. Okay. So you don't worry at all. She's totally safe in our hands. Okay. So for the time being, you wait here. I'll do the necessary arrangements for her admission process, and I'll be here within no time. I'll be back here within no time with the application form, or I'll do the necessary arrangements for her admission. Okay. So thank you for listening to me. I'll be back within no time. Thank you.